ടൂൾസ് ടു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്, ബട്ടർ ചിക്കൻ. അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഒട്ടും പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. മസാലകളെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ടാണ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എല്ലോട് കൂടിയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെയും നമുക്കെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ചിക്കൻ വേവിക്കാനായിട്ട്. ഇനി ഇത് പാനിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, വെന്ത് കിട്ടിയാൽ മതി. ഇനി ചിക്കൻ വറുത്ത് വാങ്ങിയ ആ പാനിൽ തന്നെ അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി നമുക്കതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 1 പച്ചമുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ച ചുവ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം. ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറുജീരകം കുറച്ച് ചേർത്താൽ മതി. ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി, തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു എന്നും തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടാണ്. ഞാനിവിടെ ഒരു 15 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാഷ്യൂനട്ട് ചേർക്കുന്നത് കൊഴുപ്പിനും നല്ല ടേസ്റ്റിനും നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവാനും ആ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും നല്ലതാണ്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടിത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത സവാള, തക്കാളി ആ മിക്സ് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തോളൂ. ഉപ്പ് പാകത്തിന് നോക്കി നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. മസാലകളെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണം. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ്
ക്രീം ചേർക്കുന്നത് ബട്ടർ ചിക്കൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇത് ചേർത്തിരിക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഉണക്കി പൊടിക്കുന്നതാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിക്കുന്നതാണ് കസ്തൂരി മേത്തി. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിടാം. പൊറോട്ട, ചപ്പാത്തി, നാൻ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കനാണിത്. സെർവ് ചെയ്യുന്ന സമയത്ത് അല്പം ഫ്രഷ് ക്രീം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് പാല് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇനി അല്പം കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബട്ടർ ചിക്കനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതിനെന്ന് പറയാം. ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.